Hi guys, welcome back. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ആൻഡ് ഇന്ന് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്ന ഈ ഫയർ എഫക്റ്റ് ആണ്. ഈസി ആയിട്ട് നമുക്ക് ആഫ്റ്റർ എഫക്ട്സ് യൂസ് ചെയ്ത് ക്രിയേറ്റ് ചെയ്യാം. സോ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ആൻഡ് ഞാൻ ഇവിടെ ആഫ്റ്റർ എഫക്ട്സ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വീഡിയോ ഡ്രാഗ് ചെയ്ത് ടൈം ലൈനിൽ കൊണ്ടുവരാം. എനിക്കൊരു 4 seconds ഡ്യൂറേഷൻ മതി. സോ ഞാൻ ഇവിടെ കൊണ്ട് പ്ലേ ഹെഡ് വെച്ചിട്ട് N പ്രസ് ചെയ്യുവാണ്. ആൻഡ് ഇനി നമുക്ക് വർക്ക് ഏരിയ ഒന്ന് ട്രിം ചെയ്ത് കൊടുക്കാം. ഓക്കെ, ആൻഡ് ആസ് ഓൾവേസ് വീഡിയോ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തിട്ട് പ്രാക്ടീസ് ചെയ്ത് നോക്കാം. ആൻഡ് നമ്മുടെ ഇവിടുത്തെ ഫസ്റ്റ് സ്റ്റെപ്പ് വീഡിയോ 3D ട്രാക്ക് ചെയ്യണം. സോ ഞാൻ വീഡിയോ സെലക്ട് ചെയ്തിട്ട് ട്രാക്കർ വിൻഡോ ഓപ്പൺ ചെയ്യുവാണ്. ആൻഡ് ഇവിടെ നിങ്ങൾക്ക് ട്രാക്കർ വിൻഡോ കാണുന്നില്ലെങ്കിൽ വിൻഡോ സെലക്ട് ചെയ്തിട്ട് ഇവിടുന്ന് ട്രാക്കർ ഓപ്പൺ ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, സോ ക്ലിപ്പ് സെലക്ട് ചെയ്തിട്ട് ട്രാക്ക് ക്യാമറ ഞാൻ സെലക്ട് ചെയ്യുവാണ്. ആൻഡ് ഇവിടെ നമുക്ക് എഫക്ട് കൺട്രോൾസിൽ ട്രാക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ അഡ്വാൻസ്ഡ് ഓപ്ഷൻസ് ഓപ്പൺ ചെയ്തിട്ട് ഡീറ്റെയിൽഡ് അനാലിസിസ് ഇനേബിൾ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള റിസൾട്ട് കിട്ടും. ആൻഡ് ഞാൻ 3D ട്രാക്കിങ്ങിന്റെ ഡീറ്റെയിൽ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിന്റെ കാർഡ് ഞാൻ ഇവിടെ കൊടുത്തേക്കാം. ആൻഡ് ഞാൻ VFX കോമ്പോസിറ്റിങ്ങിന്റെ ഒരു സീരീസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പ്ലാൻ ഉണ്ട്. ആൻഡ് അതിൽ വരുന്ന ഒരു ടോപ്പിക് ആണ് ഫയർ കോമ്പോസിറ്റിംഗ്. സോ ഈ വീഡിയോയിൽ നമ്മൾ ഫയർ കോമ്പോസിറ്റിങ്ങിനെ കുറിച്ച് ഒത്തിരി ഇൻഡെപ്ത് ആയിട്ട് നോക്കുന്നില്ല. ഈ ഇഫക്റ്റ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്ന് മാത്രമേ നോക്കുന്നുള്ളൂ, ബിക്കോസ് ഒത്തിരി റിക്വസ്റ്റ് വന്ന വീഡിയോ ആണിത്. സോ ഫയർ കോമ്പോസിറ്റിങ്ങിന്റെ ഇൻഡെപ്ത് ആയിട്ടുള്ള കാര്യങ്ങൾ ലൈക്ക് എങ്ങനെ ഹൈലൈറ്റ്സ് കൊടുക്കാം, ഗ്ലോ കൊടുക്കാം, നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, സോ അതുപോലെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് സീരീസിൽ നോക്കാം. ഓക്കെ, സോ ഇവിടെ വീഡിയോ ട്രാക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ആൻഡ് ഇവിടെ കുറേ ട്രാക്കിംഗ് പോയിന്റ്സും വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ട ഒരു ട്രാക്ക് സെലക്ട് ചെയ്യാം. ഞാൻ ഇവിടെ ഒരു ഫയർ ആഡ് ചെയ്യുവാണ്. സോ ഞാൻ ഈ ട്രാക്ക് സെലക്ട് ചെയ്യുവാണ്. ഞാൻ സെലക്ട് ചെയ്തിട്ട് റൈറ്റ് ക്ലിക്ക് കൊടുക്കുവാണ്. ഇവിടെ നമുക്ക് ക്രിയേറ്റ് നൾ ആൻഡ് ക്യാമറ ഉണ്ട്, അത് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, സോ ഇവിടെ പുതിയൊരു നള്ള് വന്നിട്ടുണ്ട് ആൻഡ് ക്യാമറയും വന്നിട്ടുണ്ട്. ഞാൻ 3D ട്രാക്കിങ്ങിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് പെട്ടെന്ന് പറഞ്ഞു പോകുന്നത്. നിങ്ങൾക്ക് ആ വീഡിയോ കാണണമെങ്കിൽ ഞാൻ കുറച്ച് മുമ്പ് കൊടുത്തിരിക്കുന്ന കാർഡ് സെലക്ട് ചെയ്താൽ മതി. ഓക്കെ, സോ ഇവിടെ പുതിയൊരു നള്ള് വന്നിട്ടുണ്ട് ആൻഡ് ഓൾസോ ക്യാമറ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫയർ വീഡിയോ ഇങ്ങോട്ട് കൊണ്ടുവരാം. ആൻഡ് ഞാൻ ഓൾറെഡി ഡൗൺലോഡ് ചെയ്ത് വെച്ച കുറേ ഫയർസ് ഇവിടെ ഉണ്ട്. ആൻഡ് നിങ്ങൾക്ക് ഫയർ ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഒന്നെങ്കിൽ പെയ്ഡ് വെബ്സൈറ്റ്സ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ യൂട്യൂബിൽ ചെന്നിട്ട് നേരെ ഫയർ ഓവർലേസും സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് കുറേ ഫയർസ് കിട്ടും. അത് ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്താലും മതി. ഓക്കെ, സോ ഞാൻ ഡൗൺലോഡ് ചെയ്ത് വെച്ച ഇതിലൊരു ഫയർ ഡ്രാഗ് ചെയ്ത് ടൈം ലൈനിലേക്ക് കൊണ്ടിടുവാണ്. ഓക്കെ, സോ ഫയർ ഇവിടെ വന്നിട്ടുണ്ട്. ആൻഡ് ബ്ലാക്ക് റിമൂവ് ചെയ്യാൻ വേണ്ടി ഓഫ് കോഴ്സ് നിങ്ങൾക്ക് അറിയായിരിക്കും ബ്ലെൻഡിങ് മോഡ് നമുക്ക് നോർമൽ മാറ്റിയിട്ട് സ്ക്രീൻ കൊടുക്കാം. ആൻഡ് ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, നമുക്ക് ഈ ലെയറിൽ 3D എനേബിൾ ചെയ്ത് കൊടുക്കണം. സോ ഞാൻ ലെയർ സെലക്ട് ചെയ്യുവാണ്. 3D സ്വിച്ച് ഇവിടെ കാണുന്നില്ല. സോ നമുക്ക് ഇവിടെ ടോഗിൾ സ്വിച്ചസ് ആൻഡ് മോഡ്സ് സെലക്ട് ചെയ്യാം, എന്നിട്ട് 3D എനേബിൾ ചെയ്ത് കൊടുക്കാം. ഇനി ഈ നള്ള് സെലക്ട് ചെയ്തിട്ട് നമുക്ക് അതിന്റെ പൊസിഷൻ പ്രോപ്പർട്ടി ഓപ്പൺ ചെയ്യാം. P ആണ് ഷോർട്ട് കട്ട്. ദെൻ പൊസിഷൻ സെലക്ട് ചെയ്തിട്ട് Ctrl+C യൂസ് ചെയ്ത് കോപ്പി ചെയ്യാം. ദെൻ നമുക്ക് ഫയർ വീഡിയോയിൽ വന്നിട്ട് പൊസിഷനിൽ നമുക്ക് ഇത് പേസ്റ്റ് ചെയ്ത് കൊടുക്കാം, Ctrl+V. സോ ഇവിടെ നള്ളിന്റെ പൊസിഷനിലേക്ക് ഫയർ വന്നിട്ടുണ്ട്. ഇനി നമ്മൾ വീഡിയോ പ്ലേ ചെയ്ത് നോക്കുവാണെങ്കിൽ ഫയർ കറക്റ്റ് ആയിട്ട് അവിടെ സ്റ്റേ ചെയ്യുന്നതാണ്. നമുക്ക് ഫയർ സെലക്ട് ചെയ്തിട്ട് വേണമെങ്കിൽ സൈസ് ഒക്കെ ഇൻക്രീസ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ആൻഡ് ഈ സെയിം സ്റ്റെപ്പ് ഫോളോ ചെയ്തിട്ട് നമുക്ക് ഈ വീഡിയോയിൽ ഫുള്ള് ഫയർ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഒരെണ്ണം കൂടെ ചെയ്ത് കാണിക്കാം. സോ ഞാൻ ഇവിടെ വീഡിയോ സെലക്ട് ചെയ്യുവാണ്. എന്നിട്ട് എഫക്ട് കൺട്രോൾസ് ഓപ്പൺ ചെയ്യാം. ഇനി ഇവിടെ നമുക്ക് 3D ക്യാമറ ട്രാക്കർ ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം. സോ ഇവിടെ നമുക്ക് പോയിന്റ്സ് എല്ലാം കാണാം. ഇനി അടുത്തായിട്ട് നമുക്ക് എവിടെയാണ് ഫയർ കൊടുക്കേണ്ടത് അതനുസരിച്ച് നല്ലൊരു ട്രാക്കർ സെലക്ട് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇവിടെ ഈ ടാർഗറ്റ് സെലക്ട് ചെയ്യുവാണ്. ഓക്കെ, എന്നിട്ട് റൈറ്റ് ക്ലിക്ക് ക്രിയേറ്റ് നള്ള് കൊടുക്കാം. ഈ തവണ നമ്മൾ ക്യാമറ ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, ബിക്കോസ് ഓൾറെഡി നമ്മളൊരു ക്യാമറ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കൊരു നള്ള് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇവിടെ നള്ള് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത വീഡിയോ ഡ്രാഗ് ചെയ്ത് ഇങ്ങോട്ട് കൊണ്ടിടാം. ഞാൻ ആ സെയിം വീഡിയോ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. സോ ഞാൻ ഡ്രാഗ് ചെയ്തിട്ട് ടൈം ലൈനിലേക്ക് കൊണ്ടിടുവാണ്. ഓക്കെ, ആൻഡ് നമുക്ക് ഇതിൻ്റെ ബ്ലെൻഡിങ് മോഡ് നോർമലി മാറ്റി സ്ക്രീൻ കൊടുക്കാം. ദെൻ ഈ ലെയറിൽ 3D എനേബിൾ ചെയ്ത് കൊടുക്കാം. ദെൻ ട്രാക്കർ സെലക്ട് ചെയ്തിട്ട് പൊസിഷൻ പ്രോപ്പർട്ടി ഓപ്പൺ ചെയ്യാം. പൊസിഷൻ കോപ്പി ചെയ്തിട്ട് നമുക്ക് ഈ ഫയർ വീഡിയോയിൽ പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ആൻഡ് ഇനി നമുക്ക് വീഡിയോ ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. ആൻഡ് ഇങ്ങനെ നമുക്ക് ഈസി ആയിട്ട് ഫയർസ് വീഡിയോയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ആൻഡ് ഇനി ഈ സെയിം സ്റ്റെപ്പ് ഫോളോ ചെയ്ത് കുറേ ഫയർസ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കുവാണ്. ആൻഡ് അങ്ങനെ ഞാൻ വീഡിയോയിൽ കുറേ ഫയർസ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ബട്ട് ഇവിടെ ഒരു പ്രോബ്ലം ഉണ്ട്. ഞാൻ ഈ പുറയിലൊരു ഫയർ ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് ആക്ച്വലി കാറിൻ്റെ പുറയിലാണ് വരേണ്ടത്. ബട്ട് കാർ നമ്മൾ റോട്ടോസ്കോപ്പ് ചെയ്യാത്തതുകൊണ്ട് കാറിൻ്റെ കൂടെ തന്നെയാണ് വരുന്നത്. ആൻഡ് ഈ പ്രോബ്ലം ഫിക്സ് ചെയ്യാൻ വേണ്ടി നമ്മൾ കാറ് റോട്ടോ ചെയ്തെടുക്കണം. ആൻഡ് ഞാൻ റോട്ടോസ്കോപ്പിനെ കുറിച്ച് ഡീറ്റെയിൽ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കാർഡ് ഇവിടെ കൊടുത്തേക്കാം. ആൻഡ് ഞാൻ ഈ വീഡിയോയിൽ റോട്ടോ ചെയ്തിട്ട് പ്ലേ ചെയ്ത് നോക്കുവാണെങ്കിൽ മിക്കവാറും സിസ്റ്റം കുറച്ച് സ്ലോ ആവും, ബിക്കോസ് ഞാൻ വേറെ ഒരു സോഫ്റ്റ്വെയർ റൺ ചെയ്യുന്നുണ്ട്. ഓൾസോ വീഡിയോ സ്ക്രീൻ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. സോ സിസ്റ്റം സ്ലോ ആകാൻ ചാൻസ് ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ ഓൾറെഡി റോട്ടോസ്കോപ്പ് ചെയ്തിട്ട് ഇവിടെ ഒരു മാറ്റ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആൻഡ് ആ മാറ്റ് യൂസ് ചെയ്ത് നമുക്ക് കാർ കട്ട് ചെയ്തെടുക്കാം. ഓക്കെ, സോ ഞാൻ ഈ വീഡിയോ സെലക്ട് ചെയ്തിട്ട് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുവാണ്. ഇനി നമുക്ക് ഈ വീഡിയോ സെലക്ട് ചെയ്തിട്ട് ഏറ്റവും ടോപ്പിൽ കൊണ്ടുവെക്കാം. ഇനി ഞാൻ മാറ്റ് ഡ്രാഗ് ചെയ്ത് വീഡിയോയുടെ മുകളിലേക്ക് കൊണ്ടുവെക്കുവാണ്. ഇനി ഞാൻ ഇവിടെ ടോഗിൾ സ്വിച്ചസ് ആൻഡ് മോഡ് സെലക്ട് ചെയ്യുവാണ്. സോ ഇവിടെ മാറ്റ് ഓപ്ഷൻ കാണാം. ഇനി നമുക്ക് ഇവിടെ മാറ്റ് കാർ മാറ്റ് സെലക്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ലൂമ മാറ്റ് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ഈ ലെയർ മാത്രം സോളോ ചെയ്ത് നോക്കുവാണെങ്കിൽ കാർ മാത്രം നമുക്ക് കട്ട് ചെയ്ത് കിട്ടിയിരിക്കുന്നതാണ്. ഓക്കെ, നിങ്ങൾ റോട്ടോസ്കോപ്പ് ചെയ്തെടുത്താൽ മതി. എനിക്ക് സിസ്റ്റം കുറച്ച് സ്ലോ ആയതുകൊണ്ടാണ് ഞാൻ ഓൾറെഡി മാറ്റ് ക്രിയേറ്റ് ചെയ്ത് വെച്ചത്.
ആൻഡ് ഇനി നമ്മൾ വീഡിയോ പ്ലേ ചെയ്ത് നോക്കുവാണെങ്കിൽ പ്രോബ്ലം ഇവിടെ ഫിക്സ് ആയിരിക്കുന്നതാണ്. ഇപ്പോൾ കാറിൻ്റെ പുറകിലാണ് ഫയർ കത്തുന്നത്. ഈവൻ ഞാൻ പൊസിഷൻ കുറച്ചിങ്ങോട്ട് മാറ്റി വെച്ച് നോക്കിയാലും കാറിൻ്റെ പുറകിലാണ് ഫയർ പ്ലേ ആകുന്നത്. ഓക്കെ, സോ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായെന്ന് കരുതുന്നു. ഇനി നമുക്കൊരു ടർബുലൻസ് ഡിസ്പ്ലേസ് എഫക്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. ആ എഫക്റ്റ് ആഡ് ചെയ്യുന്നത് നമ്മൾ ആക്ച്വലി ഫയറിലോട്ട് നോക്കുമ്പോൾ ഒരു വേവ് കൈൻഡ് ഓഫ് എഫക്റ്റ് കാണത്തില്ലേ, അത് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. സോ അതിന് ആ ഹീറ്റ് വേവ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പ്ലഗിൻസ് ഉണ്ടെന്ന് തോന്നുന്നു, എനിക്ക് ക്ലിയർ ആയിട്ട് അറിയത്തില്ല. നമുക്ക് ടർബുലൻസ് ഡിസ്പ്ലേസ് യൂസ് ചെയ്ത് ഒരെണ്ണം ക്രിയേറ്റ് ചെയ്തെടുക്കാം. ഓക്കെ, സോ എഫക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ വീഡിയോ സെലക്ട് ചെയ്തിട്ട് അതിലേക്ക് ടർബുലൻസ് ഡിസ്പ്ലേസ് എഫക്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുവാണ്. ഞാൻ ചെറിയൊരു സട്ടിൽ എഫക്റ്റ് മാത്രമേ കൊടുക്കുന്നുള്ളൂ, ഒത്തിരി വലിയ വാല്യൂ കൊടുക്കുന്നില്ല. സോ ഞാൻ എമൗണ്ടിൻ്റെ വാല്യൂ ഡിക്രീസ് ചെയ്ത് കൊടുക്കുവാണ്. ഒരു മേ ബി ഒരു 2 വല്ലതും കൊടുക്കാം, 2 അല്ലെങ്കിൽ 3 വല്ലതും കൊടുത്ത് നോക്കാം. ഓക്കെ, സോ എനിക്ക് ഇത്ര മതി, ചെറിയൊരു ഡിസ്റ്റോഷൻ അത്ര മാത്രം മതി. എന്നിട്ട് എമൗണ്ടിൻ്റെ വാല്യൂ നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇനി നമുക്കിത് ആനിമേറ്റ് ചെയ്യാൻ വേണ്ടി ഫസ്റ്റ് ഫ്രെയിമിലേക്ക് പ്ലേ ഹെഡ് കൊണ്ടുവരാം. എന്നിട്ട് എവല്യൂഷനിൽ ഒരു കീ ഫ്രെയിം സെറ്റ് ചെയ്ത് കൊടുക്കാം. ദെൻ ലാസ്റ്റ് ഫ്രെയിമിലേക്ക് പോയിട്ട് നമുക്ക് എവല്യൂഷൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ വീഡിയോ പ്ലേ ചെയ്ത് നോക്കുവാണെങ്കിൽ ചെറിയൊരു ഡിസ്റ്റോഷൻ അല്ലെങ്കിൽ ചെറിയൊരു ഹീറ്റ് വേവ് കൈൻഡ് ഓഫ് എഫക്റ്റ് വീഡിയോയിൽ ക്രിയേറ്റ് ആയിരിക്കുന്നതാണ്. ഓക്കെ, ആൻഡ് ഈ സെയിം എഫക്റ്റ് നമ്മൾ റോട്ടേറ്റ് ചെയ്ത കാറിലും വേണമെങ്കിൽ ഈ ടർബുലന്റ് ഡിസ്പ്ലേസ് കോപ്പി ചെയ്തിട്ട് കാർ വീഡിയോയിൽ വന്നിട്ട് പേസ്റ്റ് ചെയ്താൽ മതി. ഞാൻ തൽക്കാലം കാർ വീഡിയോയിൽ കൊടുക്കുന്നില്ല, ബാക്ക്ഗ്രൗണ്ടിൽ മാത്രമേ കൊടുക്കുന്നുള്ളൂ. ആൻഡ് ഇനി ഫൈനൽ സ്റ്റെപ്പ് നമുക്ക് വീഡിയോ കളർ ഗ്രേഡ് ചെയ്തെടുക്കണം. സോ ഞാൻ പുതിയൊരു അഡ്ജസ്റ്റ്മെന്റ് ലെയർ ക്രിയേറ്റ് ചെയ്യുവാണ്, Ctrl+Alt+Y. എന്നിട്ട് ഇതിലേക്ക് ലുമിട്രി ഇഫക്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. ആൻഡ് നിങ്ങൾക്ക് കളർ ഗ്രേഡിങ്ങിനെ കുറിച്ച് ഒന്നും അറിയത്തില്ലെങ്കിൽ ഞാൻ ഒരു സീരീസ് ചെയ്യുന്നുണ്ട്, അതിൻ്റെ കാർഡ് ഇവിടെ കൊടുത്തേക്കാം. ആൻഡ് പ്രീമിയറിലാണ് ഇത് ചെയ്യുന്നത്, ബട്ട് അവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ സെയിം ലുമിട്രി കളർ എഫക്റ്റ് തന്നെയാണ്. ഞാൻ ഈ ബേസിക് കറക്ഷൻ ഓപ്പൺ ചെയ്തിട്ട് ടെമ്പറേച്ചറിൻ്റെ വാല്യൂ കുറച്ച് ഇൻക്രീസ് ചെയ്ത് കൊടുക്കുകയാണ്. സോ ഒരു റെഡിഷ് കളർ കിട്ടും. ഇനി നമുക്ക് ടിൻറ്റിൻ്റെ വാല്യൂ കുറച്ച് ഇൻക്രീസ് ചെയ്ത് കൊടുക്കാം, ഒരു ചെറിയൊരു വയലറ്റ് കൈൻഡ് ഓഫ് കളർ കിട്ടാൻ വേണ്ടി. ഓക്കെ, ഞാൻ ഇവിടെ കോൺട്രാസ്റ്റ് ഇൻക്രീസ് ചെയ്യുവാണ്, ഞാൻ അഡ്ജസ്റ്റ് ചെയ്യുവാണ്. ഒത്തിരി ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല, ബിക്കോസ് ഞാൻ ഓൾറെഡി അതിൻ്റെ സീരീസ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ക്രിയേറ്റ് ടാബ് ഓപ്പൺ ചെയ്തിട്ട് വൈബ്രൻസ് കുറച്ച് ഇൻക്രീസ് ചെയ്ത് കൊടുക്കാം. ഓൾസോ സാച്ചുറേഷനോട് ഇൻക്രീസ് ചെയ്ത് കൊടുക്കാം. ഇനി ഞാൻ ഇവിടെ കളർ വീൽസ് ഓപ്പൺ ചെയ്യുവാണ്. എന്നിട്ട് ഇവിടെ ഷാഡോസിൽ ഒരു റെഡിഷ് ഒരു യെല്ലോ കളർ കൊടുക്കാം. ആൻഡ് ഓൾസോ മിഡ് ടോൺസിൽ ഒരു റെഡിഷ് കൈൻഡ് ഓഫ് യെല്ലോ കളർ കൊടുക്കാം. ആൻഡ് ഹൈലൈറ്റ്സിലും ഞാൻ ഒരു യെല്ലോ റെഡിഷ് കളർ കൊടുക്കുവാണ്. ഓക്കെ, ഇനി നമുക്ക് വിഗ്നെറ്റ് ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് വിഗ്നെറ്റിൻ്റെ വാല്യൂ കുറച്ച് ഡിക്രീസ് ചെയ്ത് കൊടുക്കാം. സോ നമുക്ക് എഡ്ജസിൽ ഒരു ചെറിയ ബ്ലാക്ക് കളർ കിട്ടും. ഓക്കെ, ഇനി ഞാൻ വീണ്ടും ബേസിക് കറക്ഷനിൽ കൊടുത്തിട്ട് ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ചെയ്ത് കൊടുക്കുവാണ്. ഓക്കെ, ഞാൻ ഇവിടെ കളർ ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫൈനലായിട്ട് ഇതിലേക്ക് ഒരു ഫയർ പാർട്ടിക്കിൾ ഓവർലേ ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നിങ്ങൾക്ക് യൂട്യൂബിൽ ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി കിട്ടും. സോ ഞാൻ ഇത് ഡ്രാഗ് ചെയ്ത് വീഡിയോയുടെ മുകളിലേക്ക് കൊണ്ടിടുവാണ്. ഞാൻ ഇവിടെ അഡ്ജസ്റ്റ്മെൻറ്റ് ലെയറിൻ്റെ താഴെ കൊണ്ടിടുവാണ്. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ ബ്ലെൻഡിങ് മോഡ് നോർമൽ മാറ്റി സ്ക്രീൻ കൊടുക്കാം. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഒപ്പാസിറ്റി അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ T പ്രസ് ചെയ്തിട്ട് ഒപ്പാസിറ്റിയുടെ വാല്യൂ ഡിക്രീസ് ചെയ്ത് കൊടുക്കാം. ആൻഡ് ഇതാണ് നമ്മുടെ ഫൈനൽ റിസൾട്ട്. ആൻഡ് ഇതുപോലെ നമുക്ക് ആഫ്റ്റർ എഫക്ട്സ് യൂസ് ചെയ്ത് ഈസി ആയിട്ട് സ്പീഡ് റാമ്പ് ചെയ്തെടുക്കാം. ആൻഡ് ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഇവിടെ കൊടുത്തേക്കാം. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. ആൻഡ് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.